നമസ്കാരം. ഇന്ന് നല്ലൊരു സ്നോ ഡേ ആണ് ഇവിടെ. നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു 6-7 വർഷത്തിൽ കിട്ടുന്ന നല്ലൊരു സ്നോ ആണ്. സാധാരണ ബർഗൺ എന്ന സ്ഥലത്ത് സ്നോ ഇതുപോലെ അങ്ങനെ സെഡിമെൻറ്റ് ചെയ്യാറില്ല. പൊതുവെ തന്നെ സ്നോ ചെയ്യും, പിന്നെ അത് ഭൂമിയിലൊന്ന് ഉറയ്ക്കുമ്പോഴേക്കും മഴ പെയ്ത് അത് ഇല്ലാതാവും. പക്ഷേ ഈ ഒരു വിൻ്റർ സാധാരണ നമുക്ക് കിട്ടിയിരുന്ന വ്യത്യസ്തമാണ്. നമുക്ക് ഈ വിൻ്റർ പൊതുവേ ഡ്രൈ വിൻ്ററാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ബർഗൺ പൊതുവേ അറിയപ്പെടുന്നത് നല്ല ഒരു റെയിനി പ്ലേസ് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് സമ്മറാണെങ്കിലും അല്ലെങ്കിൽ വിൻ്ററാണെങ്കിലും ഓട്ടം സ്പ്രിങ് ഇത് വെതറാണെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ അത് നല്ല ഹെവി റെയിൻ അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു മഴ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്ററിൽ സാധാരണ ഇങ്ങനെ സ്നോ വീണ് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്ത് റെയിനും സാധാരണ വരാറുണ്ട്. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായിട്ട് റെയിൻ വളരെ കുറവാണ് വിൻ്ററിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് -8 -10 വരെ പോകുന്നുണ്ട്. -8 -10 സാധാരണഗതിയിൽ വിൻ്ററിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് അത്ര കുറവല്ല. എന്നിരുന്നാലും ബർഗണിൽ -8 -10 പറയുന്നത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ തന്നെയാണ്. കാരണം ഇതൊരു പോർട്ട് സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കടലിനടുത്തായതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. പ്ലസ് നേരത്തെ പറഞ്ഞ മഴ. അപ്പോൾ മഴയുള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്നോ വന്ന് താഴെ വീണുടനെ മഴയും വന്നു കഴിഞ്ഞാൽ ഈ സ്നോ മൊത്തം അങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ സാധാരണ ഈ പിള്ളേർ കളിക്കുന്ന പോലെ സ്ലൈഡ് ചെയ്ത് കളിക്കാനോ അങ്ങനെയൊന്നും പൊതുവെ ഇവിടുത്തെ കുട്ടികൾക്ക് വളരെ വിരളമായിട്ടേ പറ്റാറുള്ളൂ. പക്ഷേ ഈ ഒരു വിൻ്റർ വളരെ ആക്ച്വലി കിഡ്സിന് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വിൻ്ററാണ്. ഈ ഒരു സ്നോ കുറേ ദിവസങ്ങൾ ആഴ്ചകൾ താഴത്തിന് സെഡിമെൻറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് സ്ലഡ്ജ് വെച്ച് സ്ലൈഡ് ചെയ്യാനും അല്ലെങ്കിൽ സ്നോയിൽ കളിക്കാനും ഒരുപാട് അവസരം കിട്ടും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഡ്രൈ വിൻ്റർ എന്ന് പറയാനുള്ള കാരണം മഴയില്ലാത്തതുകൊണ്ട് കേട്ടോ. മഴയില്ലാതെ കഴിഞ്ഞാൽ ടെമ്പറേച്ചർ താണു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഇവിടെ നമുക്ക് വന്ന സമയത്തൊക്കെ മഴ വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനെ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് നാട്ടിൽ മഴ എന്ന് പറയുന്ന സമയത്ത് പുറത്ത് പോകേണ്ട ഇതൊരു കാഴ്ചപ്പാടല്ല. ആ ഒരു കാഴ്ചപ്പാട് കംപ്ലീറ്റ്ലി ഇവിടെ ഒന്ന് മാറും. കാരണം മഴ കൊണ്ട് നമുക്കൊരിക്കലും പ്ലാനും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ മഴ വരുന്നതുകൊണ്ട് 2 ഉപകാരമുണ്ട്. ഒന്ന്, ടെമ്പറേച്ചർ നോർമലായി വരും. നോർമലായി വന്നു കഴിഞ്ഞാൽ വിൻ്ററിൽ 1 ഡിഗ്രി 2 ഡിഗ്രീസ് 4 ഡിഗ്രീസ് വരെയൊക്കെ പോകും മഴ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ സ്നോ ഒന്ന് അലിഞ്ഞു തുടങ്ങി ബ്ലാക്ക് ഐസ് ഫോർമേഷൻ നിന്ന് രക്ഷപ്പെടുത്തും നമ്മളെ. കാരണം കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുകയും ചെയ്യാം, നമുക്ക് പിന്നെ മഴയൊന്നും ഇല്ലെങ്കിൽ ഈ ആൾക്കാർ സ്നോയിന് മുകളിൽ കൂടെ നടന്നിട്ട് ഇതങ്ങോട്ട് ഉറഞ്ഞു പോകും. ടെമ്പറേച്ചർ താണു പോയി കഴിഞ്ഞാൽ ഇത് നല്ല പോലെ അങ്ങോട്ട് ബ്ലാക്ക് ഐസായി മാറും. പിന്നെ ഒരു തിത്തയ്യാതെ കളിക്കുന്ന പോലെയാണ് നമ്മൾ നടക്കുന്നത്. താഴെ ഗ്രിപ്പില്ലാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നേക്കാളും ബെറ്റർ പൊതുവെ മഴ വരാനാണ് താല്പര്യപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വിൻ്റർ പറഞ്ഞു വന്നത് കഴിഞ്ഞ 7 വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് സ്നോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മോളെ കിൻഡർ ഗാർഡനിൽ വിട്ട് തിരിച്ചു വരാണ്. സമയം രാവിലെ 9:30 കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ സൂര്യൻ വന്നിട്ടൊന്നുമില്ല. ഇതാണ് ഞാൻ താമസിക്കുന്ന കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയം എന്ന് പറയാം. ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ബർഗൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ബർഗൻ. അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണത്.